ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പഴയ ചോറ് തന്നെ ആവണമെന്നില്ല, പുതിയ ചോറായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. നമ്മൾ സാധാരണ മിൽമ പാക്ക് തൈരാണ്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ തൈരും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം. അരിഞ്ഞ് കിട്ടിയാൽ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ്. കൂടെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മുളക് തന്നെ മതിയാവും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചോറൊക്കെ ചേർത്ത് കാരണം അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചെറിയൊരു ലൂസായിട്ട്, ഒരുപാട് കട്ടിയായിട്ട് പോകരുത്, ചെറിയൊരു ലൂസായിട്ട് വേണം ബാറ്റർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് പോകരുത്, ഒരുപാട് ലൂസായിട്ട് പോകരുത്. നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു രീതിയിലാവണം. അപ്പോൾ ഈ ഒരു സമയം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. പുറം ഭാഗം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും. മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.